കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കയ്യിൽ നിന്നും അവാർഡ് സ്വീകരിച്ച് മരിച്ചേനി കർഷകനും അടിമാലി സ്വദേശിയുമായ തോമസ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിന്റെ 61ാമത് ഫൗണ്ടേഷൻ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് തോമസ് ഗവർണറിൽ നിന്നും പുരസ്കാരം സ്വീകരിച്ചത്. കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ മുഖ്യ കർഷകരിലൊരാളാണ് അടിമാലി സ്വദേശിയായ തോമസ് കെ വി. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത മരച്ചീനി ഇനം വർഷങ്ങളായി നൂതന രീതിയിൽ കൃഷി ചെയ്തു വരികയാണ് ഇദ്ദേഹം. മൈക്രോണൽ, കസ്റ്റമൈസ്ഡ് കപ്പ വളക്കൂട്ടുകൾ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയാണ് കൃഷി. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിന്റെയും കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും ഉപദേശങ്ങൾ ഉൾക്കൊണ്ടുമാണ് തോമസ് മരച്ചീനി കൃഷി ചെയ്യുന്നത്. ശ്രീ പവിത്ര എന്ന് പറഞ്ഞ ഇതാണ് നമ്മുടെ കപ്പ. 6 ഏക്കറോളം ഇപ്പോൾ ഇത് കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വാരം വാടി നടുവാണെങ്കിൽ ഒരു 6 കിലോ വെച്ച് അവർ കിട്ടും. മറ്റേ കൂനയായിട്ട് നടുവാണെങ്കിൽ ഒരു 10-15 കിലോ വരെ കിട്ടാവുന്നുണ്ട്. ഒരു കപ്പ 7,200 വരെ കപ്പ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് എനിക്ക് ഈ അവാർഡ് തന്നത് കേരള ഗവർണറാണ്. പിന്നെ തരാൻ സഹായിച്ചത് ബൈജു സാറ് ആണ്. അവിടുത്തെ കേന്ദ്ര കിഴങ്ങ് വിള കേന്ദ്രത്തിൽ നിന്നാണ് ഇത് എനിക്ക് കിട്ടിയത്. അവരാണ് എല്ലാം കൂടി സഹായിച്ചാണ് എനിക്ക് ഈ അവാർഡ് കിട്ടിയത്. പിന്നെ ഒരു മറ്റേ ബൈജു സാറ്, മഞ്ജു മാഡം, പിന്നെ നമ്മുടെ മാരിമുത്തു സാറ്, ഇവരൊക്കെ കൂടിയാണ് ഇത് എനിക്ക് കിട്ടാൻ ഒരു ഇത് ലഭിച്ചത്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിന്റെ 61ാമത് ഫൗണ്ടേഷൻ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നാമനിർദ്ദേശപ്രകാരം തോമസിന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവാർഡ് സമ്മാനിച്ചത്. കപ്പയുടെ ഒരു ഇനമായ ശ്രീ പവിത്രയുടെ പ്ലോട്ടാണ് നമ്മളിവിടെ കാണുന്നത്. സാധാരണ നമ്മുടെ ഇടുക്കി ജില്ലയിൽ രാമൻ കപ്പ അതേപോലെ ലോക്കൽ ഇനങ്ങളാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. നമ്മുടെ കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം CTCRE ട്രിവാൻഡ്രം ഡെവലപ്പ് ചെയ്ത ശ്രീ പവിത്ര വെറൈറ്റി ഞങ്ങൾ 2016-17 ഇവിടെ അടിമാലി രാജക്കാട് ഏരിയയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിൽ തോമസ് കെ വി എന്ന് പറഞ്ഞ കർഷകൻ അത് കൾട്ടിവേറ്റ് ചെയ്തു. 1 ഏക്കർ, അതായത് 1 ഏക്കറിൽ കൾട്ടിവേറ്റ് ചെയ്ത് ഇതിപ്പം 6.5 ഏക്കറിൽ ഇപ്പം വന്ന് നിൽക്കുന്നു. ചേട്ടൻ ഇത് ഇന്നോവേറ്റീവ് ടെക്നോളജി ആയിട്ട് ഇത് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് CTCRE 9-ാം തീയതി ബഹുമാനപ്പെട്ട ഗവർണറുടെ കയ്യിൽ നിന്ന് ചേട്ടന് ഒരു അവാർഡ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇനത്തിന്റെ പ്രത്യേകത ഇത് പൊട്ടാഷ്യം എഫിഷ്യന്റ് വെറൈറ്റിയാണ്. കൂടാതെ ലോക്കൽ ഇനത്തിലെ അപേക്ഷിച്ച് ഈ വെറൈറ്റി കൂടുതൽ വിളവ് കൃഷിക്കാർക്ക് കിട്ടുന്നുണ്ട്. ഗവർണറുടെ കയ്യിൽ നിന്നും അവാർഡ് സ്വീകരിച്ചതിന്റെ സന്തോഷത്തിലാണ് ഈ കർഷകൻ. അവാർഡ് ദാന ചടങ്ങിൽ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്ര ഡയറക്ടർ ഡോക്ടർ ജി ബൈജു, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഡയറക്ടർ പ്രൊഫസർ ചന്ദ്രദാസ് നാരായണ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ന്യൂസ് ബ്യൂറോ, അടിമാലി. ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങൾ ഏത് സ്ട്രീമിൽ +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായിക്കൊള്ളട്ടെ, വിദേശത്ത് കുറഞ്ഞ ചിലവിൽ സ്റ്റൈഫൻഡോട് കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് GTC എഡ്യൂകെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. കൂടാതെ IELTS, OET എന്നീ കോഴ്സുകളും GTC നിങ്ങൾക്കായി ഒരുക്കുന്നു. ഏപ്രിൽ-മെയ് മാസങ്ങളിൽ ജർമ്മൻ A1, IELTS, OET വെറും 5,999 രൂപയ്ക്ക്. ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ. പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ്. തികച്ച ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് GTC ഒരുക്കുന്നത്. GTC എഡ്യൂകെയർ പ്രൈവറ്റ് ലിമിറ്റഡ്, നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ്, MC റോഡ്, മണ്ണൂർ, കീഴിലം.